അവിടെ പപ്പം 3 മാസം അച്ഛനായത് അറിഞ്ഞില്ലേ? ഗംഭീര ചെലവേണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ പിശുക്കനാ, ഞാൻ വിടില്ല. ഇത് അടിച്ച് പൊളിച്ച് ആഘോഷിച്ച് തന്നെ കാര്യം. കൂട്ടുകാരന്റെ ഭാര്യ പ്രഗ്നന്റ് ആയപ്പോ ഇത്രയും സന്തോഷം ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യം വരുമ്പോ എന്തായിരിക്കും? നമ്മുടെ കാര്യം വരട്ടെ, ഇവിടെ ഉത്സവമായിരിക്കും, ഉത്സവം. സംശയിക്കൊന്നും വേണ്ട, നീ നോക്കിക്കോ. കൊട്ടും കൊരവയും പാട്ടും ഡാൻസും ഒക്കെ അടിച്ച് പൊളിക്കില്ലേ ഞാൻ. എന്നാലേ എല്ലാം തയ്യാറാക്കിക്കോ, ഉത്സവത്തിനുള്ള സമയമായി തോന്നുന്നേ. ബാലുട്ടാ, ബാലുട്ടാ, അയ്യോ മോനെ, ബാലുട്ടാ, എന്താ മോനെ? മോനെ എന്തു പറ്റി? എന്താ ഇത്? ഒന്നുമില്ല, പിന്നെ ഗർഭം. ഈ പിന്നെ ഗർഭത്തിന്റെ ആലസ്യോ? നിനക്കോ? എനിക്കില്ല, അമ്പയ്ക്ക്. അതിന് നീ തലയിട്ട് വീണ എന്തിനാ? ഈ വീട്ടിലെല്ലാം അങ്ങനെയാണല്ലോ. ഇവിടെ ആലസ്യം ആണുങ്ങൾക്കല്ലേ ഉണ്ടാകാറ്. ഇനി ഇവിടെ ഒരു പുരുഷൻ ഗർഭം കൂടി ധരിച്ചാൽ പൂർത്തിയായി. അതുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഉണ്ടാകുമായിരുന്നെങ്കിൽ താനല്ലേ പ്രസവിക്കുമായിരുന്നു. വന്ന് കേറിയില്ല അതിനു മുമ്പേ. ഛേ, നാണക്കേട്. അല്ലെങ്കിൽ തന്നെ തമ്പുരാട്ടി കട്ടിലേന്ന് ഇറങ്ങില്ല. അതിനിടയിൽ ഇതും കൂടെ ആയപ്പോ പൂർത്തിയായി. നേരാണോടി നീ പറഞ്ഞത്? അതേന്ന് എനിക്ക് 2 ദിവസം മുമ്പേ സംശയം ഉണ്ടായിരുന്നു. ഇന്ന് ബാലു അവളെയും കുട്ടി ആശുപത്രി പോയി സംഗതി ഉറപ്പാക്കി. എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചു? എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? ഇതെങ്ങാനും ആൺകുഞ്ഞാണെങ്കിൽ എന്റെ ഈശ്വര, 50 ലക്ഷം കാറും ആവൻ തട്ടിക്കൊണ്ടു പോണത്. അങ്ങനെ ആരും ഇവിടെ പേടിക്കണ്ട. കാരണം എന്റെ ഭാര്യയും അവിടെ തയ്യാറെടുത്തോണ്ടിരിക്കുക. അതെന്താ, നിന്റെ ഭാര്യ വല്ല ഗുസ്തി മത്സരത്തിനും പോകുന്നുണ്ടോ നേരത്തെ തയ്യാറെടുക്കാൻ? നോക്കിക്കോ, ഈ തറവാട്ടിലെ ആദ്യത്തെ ആൺതരി എന്റെ ആയിരിക്കും. ആണത്തമില്ലാത്ത നിനക്കെങ്ങനെയാണ് ആൺതരി ഉണ്ടാവുന്നത്? ബാലുവിനെങ്ങാനും ആണായിരിക്കുമെന്നാ എന്റെ പേടി. അതിപ്പോ അറിയാം. ഇപ്പൊ തന്നെ പ്രസവം ഉണ്ടോ? ഇല്ല, ഇപ്പൊ തന്നെ പ്രവചിക്കും. അപ്പൊ മഷിക്കൂപ്പി കയ്യിലെടുത്തിട്ടുണ്ട്. രണ്ടിലൊന്നും ഇപ്പൊ അറിയാം. എന്നാ ഇനി പേടിക്കാനില്ല. അങ്ങേര് മഷിയിട്ട് നോക്കിയിട്ട് ഇന്നേ വരെ ആ തിരുനാക്കൊണ്ട് ആൺകുട്ടി എന്ന് പറഞ്ഞിട്ടില്ല. സത്യത്തിൽ അങ്ങേരുടെ ഒടുക്കത്തെ കരുതാക്ക് കാരണമാണ് നമുക്കൊക്കെ പെൺകുട്ടികൾ മാത്രമായി പോയത്. ഏതായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ആ മുതുകുരങ്ങ എന്താ പ്രവചിക്കാൻ പോകുന്നതെന്ന് അറിയാലോ. പാടി. ആരതി. രക്ഷപ്പെട്ടു. ആരതി പെണ്ണാ? ഉണ്ടാക്കരുത് മാളവികെ, നീ ആരതി അടിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ സാക്ഷാൽ ശ്രീകൃഷ്ണനെയാണ് ഞാൻ കാണുന്നത്. ഈ വീട്ടിൽ അവതരിക്കാൻ സമയമായി എന്നെന്നോട് പറയും പോലെ. അതേടി, ഈ വീട്ടിൽ ഒരു ആൺകുഞ്ഞു പിറക്കാൻ പോകുന്നു. അണ്ണാ, 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 അണ്ണന്റെ ഭാര്യ പ്രസവിച്ചു. പ്രസവിച്ചോ? 4 മണിക്ക്. ആണോ പെണ്ണൊന്ന് പറയടാ. അതല്ലേ രസം. ഇരട്ടയാ. ഇരട്ട കുട്ടികള്. ഒന്ന് പെണ്ണ്, മറ്റൊരു പെണ്ണ്, 2 പെൺകുട്ടികള്. നീ അന്ന് കടന്ന് തുള്ളിയപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാണ് നീ ദുഃഖിക്കേണ്ടി വരുമെന്ന്. 50 ലക്ഷവും കാറും. ഇനി നിന്റെ ഭാര്യയല്ല, നിന്നെപ്പോലും അമ്മ വീട്ടിനകത്തോട്ട് കയറ്റുമെന്ന് സംശയമാണ്. അവന്റെ ഭാര്യ പ്രസവിക്കുന്നത് ആണാണെങ്കിൽ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. അതിനി സംശയിക്കാനില്ല, ആൺകുഞ്ഞ് തന്നെ. അപ്പൂപ്പൻ പറഞ്ഞ പിന്നെ തെറ്റാറില്ല. പക്ഷെ എനിക്കത് അത്ര വിശ്വാസമില്ല. എന്നാലും അതിനി ഒരു ആൺകുഞ്ഞാണെങ്കിൽ നമുക്ക് നേരത്തെ പലതും ചെയ്തു വെക്കേണ്ടതുണ്ട്. ഇനി എന്തോന്ന് ചെയ്യാൻ? ഉണ്ട്, പലതുമുണ്ട്. അതിനു മുമ്പ് അത് ആൺകുഞ്ഞാണോന്ന് ഉറപ്പുവരുത്തണം. അല്ല, അത് അപ്പൂപ്പൻ. ഒന്ന് പൊടി, നിന്റെ അപ്പൂപ്പൻ. കുട്ടി ആണാണോ പെണ്ണാണോ എന്നറിയാൻ ഒരു വഴി കൂടിയുണ്ട്. നീ വാ. ഇതൊക്കെ എന്റെ ആഭരണങ്ങളാ. ഇതുവരെ ഇതൊരാൾക്ക് ഞാനൊന്നും ഇടാൻ പോലും കൊടുത്തിട്ടില്ല. ഇനി ഇതെല്ലാം നിനക്കാ.
ആ ഇനി അധികം ശരീരം അനങ്ങരുത്. അതെ, ഒട്ടും ശരീരം അനങ്ങരുത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവൾ എന്തിനാ ശരീരം അനങ്ങുന്നത്? എല്ലാം അമ്മ നോക്കിക്കോളാം. എന്താവശ്യം ഉണ്ടെങ്കിലും അമ്മയെ വിളിച്ചാ മതി കേട്ടോ. ഉം. ആ ഇതെല്ലാം എടുത്ത് സൂക്ഷിച്ചു വെക്കും മോളെ. നിന്റെ ജാതകത്തില് രാജയോഗം തുടങ്ങിയെന്നാ തോന്നുന്നത്. ഇനി നീ ഇവിടത്തെ രാജ്ഞിയടി. സത്യം പറഞ്ഞ മനസ്സ് പിഴവും തണുത്തത്. അമ്മ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത് കാണുമ്പോഴൊക്കെ മനസ്സ് കിടന്ന് പിടയുകയായിരുന്നു. നമ്മുടെ അപ്പൂപ്പനെ കൊണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് കുടുംബത്തിന് ഉപകാരം ഉണ്ടായത്. സത്യം പറഞ്ഞ നീ ഞാനൊക്കെ നന്ദി പറയേണ്ടത് അപ്പൂപ്പനോടാ. അന്ന് അപ്പൂപ്പൻ മഷിയിട്ട് നോക്കിയിട്ട് പെൺകുഞ്ഞാണെന്ന് എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ നീ ഞാനൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നേനെ. അതെന്താ? അതാണ് ഈ വീടിന്റെ പ്രത്യേകത. അമ്മ ഇങ്ങനെ കഥ അറിയാതെ ആട്ടം കാണരുത്. അപ്പൂപ്പൻ പറയുന്നത് അമ്മ ഇങ്ങനെ കണ്ണുമടച്ച് വിശ്വസിക്കരുതെന്ന്. അച്ഛൻ പറഞ്ഞിട്ട് ഇതുവരെ എന്താടാ തെറ്റിട്ടുള്ളത്? തേക്ക് മോട്ടിച്ചത് അച്ഛനാണെന്ന് പറഞ്ഞില്ലേ? ഇല്ല, ആയുധവുമായിട്ട് ബന്ധമുള്ള ഒരാളാണെന്നേ പറഞ്ഞുള്ളൂ. ബാലുവിന് എന്താ ആയുധവുമായി ബന്ധം? അവൻ എന്താ ബോഫേഴ്സ് ഇടപാട് നടത്തിയോ? അപ്പൂപ്പ ആണാണെന്ന് പറഞ്ഞ കുട്ടി ആണാകണമെന്നില്ല. അതറിയാൻ വേറൊരു മാർഗമുണ്ട്. സ്കാനിങ്. എന്ന് വെച്ചാ എന്താ? സ്കാനിങ് എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്നതിന് മുമ്പ് അവളുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ടിവിയിൽ കാണാൻ പറ്റും. ടിവിയിലോ? അയ്യോ, കൊച്ചമ്മയ്ക്ക് അത് അറിഞ്ഞൂടെ? ഇപ്പൊ അങ്ങനെ ഒരു ടിവി ഇറങ്ങിയിട്ടുണ്ട്. പറഞ്ഞു വിടറാ നാരായണൻകുട്ടി. കൊച്ചമ്മ കേട്ടിട്ടില്ലേ? ഇല്ല. അതാണ് കേബിൾ ടിവി. നാശം. ഇത് ഡോക്ടർമാരുടെ അടുത്തുള്ള ടിവിയാ. അവൾ അവിടെ കൊണ്ടുപോയ വിവരം ഉടനെ അറിയാം. വെറും 500 രൂപ പോലും ആവില്ല. എന്തിനാണ് 500 രൂപ? കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ. അതറിയണമെങ്കിൽ ഷഡ്ഡി ഊരി നോക്കിയാ പോരടാ മണ്ടന്മാരെ, വെറുതെ കാശ് കളയണോ? അച്ഛാ, വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ കാര്യമാ പറയുന്നത്. അമ്മയ്ക്ക് അറിയണമെങ്കിൽ പറ, ഈ നിമിഷം നമുക്ക് അവളെ കൊണ്ടുപോവാം. അറിയണം. അങ്ങനൊന്നും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കിച്ചേക്കാം. വലിയേട്ടനും കൊച്ചേട്ടനും കൂടി അമ്മയെ ശരിക്കും സോപ്പിടുന്നുണ്ടല്ലോ. എന്താ കാര്യം? മോനെ ബാലു, നമുക്ക് അമ്പിയം കൊണ്ടൊന്ന് ഡോക്ടറെ അടുത്ത് പോവാം. അയ്യോ, അവൾക്ക് എന്ത് പറ്റി? അമ്പികേ? അവക്കൊന്നും ഉണ്ടായിട്ടല്ല. ഡോക്ടറെ അടുത്ത് പോയി ഏതാണ്ടൊരു കുന്ത്രാണ്ടം ചെയ്ത കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് അറിയാവുന്നതാ ഇവന്മാര് പറയുന്നു. സ്കാനിങ്. എന്തിന്? സ്കാനിങ് ഒന്നും വേണ്ട, അതൊക്കെ കേടാ. കേടാണെങ്കിൽ കേടില്ലാത്ത സ്കാനിങ് മെഷീൻ വേറെ ഉണ്ടല്ലോ. അതുള്ള ആശുപത്രി കൊണ്ടുപോയി നോക്കണം. നമുക്കൊന്നു പോയി നോക്കാടാ. എങ്കിൽ ചെന്ന് നോക്കിയേക്കടാ, കുട്ടിയുടെ പൊസിഷൻ കൂടി അറിയാമല്ലോ. വേഗം പോയി അവളെയും കൂട്ടി കൊണ്ടുവാ. ഇപ്പോഴോ? ഇപ്പോഴൊന്നും പറ്റില്ല, വേണമെങ്കിൽ നാളെ പോവാം. നാളെ എനിക്ക് ഒഴിവില്ല, കോടതി പോണം. നാളെ 12 വരും, എനിക്ക് റേഷൻ കടയിൽ പോണം. ചേടാ, ഇത് വലിയ പുലിവാലായല്ലോ. എന്റെ ഭാര്യയെ സ്കാൻ ചെയ്യിക്കാൻ ഞാൻ ഒരാൾ മാത്രം കൂടെ പോയാ പോരെ? ഇതെത്ര നേരമായത്? റിസൾട്ട് ഇപ്പൊ തരാ, ഉടനെ തരാന്നൊക്കെ പറഞ്ഞിട്ട്. ബാലുവേട്ടനൊന്ന് അടങ്ങ്, ധൃതി വെക്കാതെ. അതൊന്നുമല്ല, ഈ ടെൻഷൻ സഹിച്ചിരിക്കാന്നൊക്കെ പറഞ്ഞ അത്ര കട്ടിയാ. എൽസമ്മ കുര്യാക്കോസ്. ദാ ചേച്ചി റിസൾട്ട്. ഇത് ഭർത്താവായിരിക്കും അല്ലേ കുര്യാക്കോസ് ഏട്ടൻ? കുര്യാക്കോസ് നിന്റെ മറ്റേ ഒരു മനുഷ്യനെ ക്ഷമ എടുത്തത്. അംബിക ബാലേന്ദ്ര റിസൾട്ട് എടുക്കണോ? സോറി, മാറിപ്പോയി. അംബിക ചേച്ചിയാണല്ലേ? കോളടിച്ചല്ലോ. ചേട്ടന്റെ ആഗ്രഹം പോലെ തന്നെ പെൺകുഞ്ഞ. ഒന്നും കൂടെ നോക്കിക്കേ. ഇനി നോക്കാൻ ഒന്നുമില്ല ചേട്ടാ, പെൺകുഞ്ഞ് തന്നെ. സന്തോഷായില്ലേ? ബാലുട്ടാ, ബാലുട്ടാ, ബാലുട്ടാ. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. എല്ലാ പ്രശ്നങ്ങളും അടങ്ങി അമ്മ അവളെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങിയതാ. ഇനി ഈ വിവരം അറിയുമ്പോ ആ നിമിഷം അമ്മ അവളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. എന്താ അംബിക ഇത്? ഇതിലെന്താ ഇത്ര വിഷമിക്കാൻ? ഈ സമയത്ത് വിഷമിക്കാൻ പാടില്ല. എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. ഇതിപ്പോ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. ഇപ്പൊ എല്ലാവരും ആൺകുട്ടിയാണെന്ന് വിശ്വസിച്ചിരിക്കല്ലേ, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പെൺകുട്ടിയാന്ന് തൽക്കാലം പറയണ്ട. പറയാതെ എങ്ങനെയാ? എന്റെ 2 ചേട്ടന്മാരും ഈ റിസൾട്ടും കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിപ്പുണ്ടാവും. നോക്കി, ഇത് നോക്കിയിട്ട് കുട്ടി ആണാണോ പെണ്ണാണോന്ന് നിന്റെ ചേട്ടന്മാർക്കല്ല നിന്റെ അച്ഛന് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. എടാ, ഇത് ഡോക്ടർമാർക്ക് മാത്രമേ മനസ്സിലാവൂ. നീ അങ്ങോട്ട് ചെന്ന് ആൺകുട്ടി തന്നെയാണെന്ന് കാച്ചടാ. നീ എന്താ ഈ പറയുന്നത്? നിന്റെ ഭാര്യയ്ക്ക് ഇപ്പൊ ആവശ്യം മനസ്സമാധാനവും സന്തോഷമാണ്. ഈ സമയത്ത് അവളുടെ മനസ്സ് മുറിപ്പെടുത്തി ആവശ്യമില്ലാത്ത കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കരുത്. നിന്റെ അമ്മ അവളെ സ്നേഹിക്കട്ടെ. സ്നേഹിക്കുന്ന എങ്ങനെയാന്ന് അവർ പഠിക്കട്ടെ.
ഇനി ഒന്നും ആലോചിക്കാനില്ല. പ്രസവം വരെ എല്ലാം സന്തോഷമായിട്ട് പോട്ടെ. പക്ഷേ പ്രസവം കഴിയുമ്പോ അത് കഴിയുമ്പോ എല്ലാം തീർന്നില്ലേ? ദേ, നിന്റെ അമ്മയ്ക്ക് ഏറ്റവും സ്നേഹം നിന്നോടാ. ആ സ്നേഹം എന്തായാലും നിന്റെ കുഞ്ഞിനോടും കാണിക്കാതിരിക്കില്ല. ഇല്ലടാ, എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. നീ ധൈര്യമായിട്ട് ഇരിക്കടാ. ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ, എല്ലാം നമുക്ക് പറഞ്ഞ് ശരിയാക്കാവുന്നേ ഉള്ളൂ. അമ്മേ ടെൻഷൻ വേണ്ട, സ്കാനിങ്ങിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും, ഒരിക്കലും തെറ്റില്ല. ആ വല്യേട്ടാ, കൊച്ചേട്ടാ, അമ്മേ, വല്യേട്ടാ, കൊച്ചേട്ടാ, നമ്മൾ രക്ഷപ്പെട്ടു. അമ്മേ ഈ വീട്ടിൽ ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞ് തന്നെയാ.